നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കാനുള്ള പരീക്ഷണം ഇക്കുറിയും തുടരുകയാണ് CPM. പാർട്ടി വോട്ടുകൾ ഉറപ്പാക്കുന്നതിനൊപ്പം കെ സുധാകരനെതിരെയുള്ള വികാരവും MV ജയരാജനെ തുണയ്ക്കുമെന്നുമാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജയരാജൻ മാറിയ യുവ നേതാക്കളിൽ ഒരാൾ പിൻഗാമിയാകാനും സാധ്യതയുണ്ട്. 2019 അതേ പാറ്റേൺ ഇത്തവണയും പിന്തുടർന്നു CPM. പാർട്ടി കോട്ടയായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി മത്സരത്തിനാണ് ഈ പിന്തുണ. ഈ പാറ്റേൺ പിന്തുടരുന്നത്. P ജയരാജനെ വടകരയിൽ ഇറക്കിയെങ്കിൽ MV ജയരാജന്റെ നിയോഗം കണ്ണൂർ തിരിച്ചുപിടിക്കാൻ. MV ജയരാജന് ഇത് പാർലമെന്റിലേക്ക് ആദ്യ പോരാട്ടമാണ്. എടക്കാട് നിന്ന് 2 തവണ നിയമസഭയിലെത്തിയ ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയും കടന്നാണ് കണ്ണൂരിലെ പാർട്ടിയുടെ അമരത്തെത്തിയത്. വാക്കും വീറും കൊണ്ട് വിവാദങ്ങൾക്കൊപ്പം നടന്നയാളാണ് ജയരാജൻ. ഇക്കുറി യുവനേതാക്കളെ കളത്തിലിറക്കാൻ തുടക്കത്തിൽ ആലോചിച്ച CPM ജില്ലാ സെക്രട്ടറിയെ തന്നെ തെരഞ്ഞെടുക്കാത്തതിന് കാരണങ്ങൾ പലതാണ്. പാർട്ടി വോട്ടുകൾ ഒഴുകിപ്പോയത് 2019 കെ സുധാകരന് വൻ ലീഡ് വഴിയൊരുക്കിയിരുന്നു. സെക്രട്ടറി വരുമ്പോൾ സംഘടന ഉഷാറായി ചലിക്കും. പാർട്ടി വോട്ടുകളെല്ലാം വീഴുമെന്ന് CPMന് ഉറപ്പ്. മികച്ച സംഘാടകനായ MV ജയരാജന്റെ വ്യക്തിബന്ധങ്ങൾ വോട്ടാകുമെന്നതും മറ്റൊരു പ്രതീക്ഷ. എതിർ സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ തന്നെയും അതല്ല പുതുമുഖം വന്നാലും എതിരിടാൻ ഒരുപോലെ യോഗ്യനാണ് ജയരാജൻ എന്ന വിലയിരുത്തൽ. AKG മുതൽ MV രാഘവൻ വരെയുള്ളവരുടെ ഓർമ്മകളിൽ പൂക്കളർപ്പിച്ചാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്തെ DYFI സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന ജയരാജൻ പ്രചരണം തുടങ്ങിയത്. ജില്ലാ തലത്തിൽ നിന്ന് മുതിർന്ന നേതാവിനൊരു പ്രമോഷനും ആലോചനകളിൽ വന്നിട്ടുണ്ടാകണം. ജയരാജന് പകരം ഒരാൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നൽകും. വടകരയിൽ തോറ്റപ്പോൾ P ജയരാജന് സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകിയില്ല CPM. മറ്റൊരു ജയരാജന് അതിൽ ഇളവുണ്ടാകുമോ എന്നും ബലത്തിനെതിരായി കണ്ടറിയണം. അതല്ലെങ്കിൽ കണ്ണൂരിലെ CPMൽ പുതുതലമുറ നേതൃത്വത്തിനൊപ്പം വഴിയൊരുക്കാൻ സാധ്യതയേറെ.